അങ്ങനെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ഇപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ അവകാശവാദങ്ങൾ, ആരാണ് കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവന്നത് എന്ന അവകാശവാദങ്ങളുടെ ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്, അതിൻ്റെ ഒരു പെരുമഴയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ കേസ് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉള്ള ചാർജ് ഷീറ്റാണ് കൊടുത്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള ഒരു കേസ് ജാമ്യം വരുമ്പോൾ ആ സംസ്ഥാന സർക്കാർ അതിശക്തമായ നിലപാടെടുത്ത് ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചാൽ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമായിരുന്നോ? പുറത്തിറങ്ങുമായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവിടെ ഭരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരാണ്. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ സർക്കാരല്ല. കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ അവിടെ ജനാധിപത്യം ഇല്ല. ഇവിടെ ആര് ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്യുന്നത് അർദ്ധരാത്രി 1:45 മണിക്കാണ്. വയോവൃദ്ധനായിരിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുന്തൂണായിരുന്ന ജയപ്രകാശ് നാരായണൻ അറസ്റ്റ് ചെയ്യുന്ന 1:45 ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വാക്ക് അന്ന് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഭരിക്കുന്ന ജനാധിപത്യ സർക്കാരാണ്. അതിന്റെ പേരിൽ ഈ കാര്യങ്ങളിൽ കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭരണകക്ഷിയിൽ തന്നെ പ്രമുഖരായി ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി അടക്കം അതിനകത്ത് ഇടപെട്ടു. സുരേഷ് ഗോപിയാണ് ആദ്യം പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നത്. റഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ച് സുരേഷ് ഗോപി പറഞ്ഞു, പലതവണ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരാരും സുരേഷ് ഗോപിയുടെ പേര് പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതെ, അതിന് ഇവർക്ക് ചില അജണ്ടകളുണ്ടല്ലോ ഇതിനകത്ത്. ഈ പറയുന്ന റാഫേൽ പിതാവിനാണെങ്കിലും പാപ്ലാനിക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അജണ്ടകളുണ്ട്. ഈ അജണ്ടകളുടെ പുറത്തവർക്ക് പുറത്തു പറയാൻ സാധ്യമാവില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും സുരേഷ് ഗോപി ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചുള്ള താല്പര്യമുണ്ടെന്നുള്ള വസ്തുത തന്നെയാണ്. കാര്യം ഇത് രണ്ട് തരത്തിൽ എടുക്കേണ്ടതാണ്. ഒന്ന്, ഇവര് ചെയ്തത് തെറ്റാണെന്നുള്ളവരും മനുഷ്യക്കടത്തെന്ന് പറയുന്നൊരു മഹാപാതകമാണ്, തെറ്റാണെന്നുള്ളതും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം കന്യാസ്ത്രീകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് ക്രൈസ്തവ സഭയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ പറയുന്നത്, ഞങ്ങളിവിടെ മറ്റേ പാവപ്പെട്ട കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ മനുഷ്യക്കിടത്ത് നടത്തിയിട്ടില്ല. ഇവര് പഴയ കാലത്ത് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. മനുഷ്യക്കിടത്ത് നടത്താൻ അത് ഞങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള അവകാശമാണെന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. പഴയ കാലത്ത് ഇവിടെ തൃശ്ശൂർക്ക് കുട്ടികളെ കൊണ്ടുവന്നില്ല, 14 പേര് 15 പേരെ കണ്ട തൃശ്ശൂർ കൊണ്ടുവന്നത്. അവരൊക്കെ ഇവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു. ഇവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് നമ്മുടെ ചില സെമിനാറുകളിലാണ് കൊണ്ട് താമസിപ്പിക്കുന്നത്, കന്യാസ്ത്രീ മഠങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അവിടെ സാധാരണ ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും കേരളത്തിൽ നിരവധി കന്യാസ്ത്രീ മഠങ്ങളിലും മറ്റ് ചില യത്തീംഖാനകളിലടക്കം പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ കുട്ടികളാണ്. ഈ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നത് കേരളത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ ഈ പഴയ കാലത്ത് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഇത് തെറ്റാണെന്നുള്ള വിവരം ക്രൈസ്തവ സഭകൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അമിത്ഷയോട് സംസാരിക്കുന്നത്. ഞങ്ങൾ നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനത്തിന് പോകുന്നില്ല, ഞങ്ങള് കുട്ടികളെ കടത്താൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഒരു സമയത്താണ് അമിത്ഷാ പറയുന്നത് ഇടപെടാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഞാൻ ഇടപെടാമെന്നാണ് അമിത്ഷാ പറയുന്നത്. അങ്ങനെ ഇടപെട്ടതാണ് ഛത്തീസ്ഗഡ് സർക്കാർ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ MLA-മാര്, UDF-ന്റെ MLA-മാർ, BJP ഈ 3 കൂട്ടരും ഇടപെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് മാറ്റത്തിന് കാരണം ഇതിൽ ആരുടെ ഇടപെടലായിരിക്കും? ഇതിൽ ആരുടെ ഇടപെടൽ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്നത് തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള സമീപനമാണ്. ഒരു തരത്തിലും നിർബന്ധ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള സമീപനമാണ് അവരുള്ളത്. ആ സമീപനം ഉള്ളത് കൊണ്ടാണ് സർക്കാർ പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം നടത്താൻ വേണ്ടി പാടില്ല, ബാലവേല ചെയ്യിക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെയാണ് സർക്കാരുകൾ പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് കൊടുക്കുന്നില്ല. പിന്നെ മറ്റു വലിയ ചർച്ചാ വിഷയമായിട്ട് വന്നത് ഈ പറയുന്ന നാരായൺപൂരിൽ എങ്ങനെയാ കന്യാസ്ത്രീകൾ പോവുക? അതെ, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാണ്. അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളും മാവോയിസ്റ്റുകളായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടോ? ഈ പറയുന്ന ക്രൈസ്തവ സഭകൾക്കടക്കം ഇപ്പൊ നാരായൺപൂരില് ഇവർക്ക് മാവോയിസ്റ്റുകളായിട്ടുള്ള ബന്ധം വലിയ ചർച്ചാ വിഷയമാണ്. എങ്ങനെയാണ് കന്യാസ്ത്രീകൾ അവിടെ പോവുക? അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരിക? ഈ കുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടോ? അങ്ങനെ ആധാർ കാർഡില്ലാത്തവരാണ് നമ്മൾ നേരത്തെ തൃശ്ശൂരൊക്കെ പിടിക്കപ്പെട്ടത്. അങ്ങനെയാണ്. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടിരുന്നു, അവർക്ക് ആധാർ കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. ഈ കുറ്റത്തിനാണ് ഇവർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അമിത്ഷായെ കണ്ട് സംസാരിച്ചത്, നരേന്ദ്രമോദിയെ കണ്ട് സംസാരിച്ച ആളുകൾ ഇവരൊക്കെ പറയുന്നത് ഇത് തെറ്റാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അമിത്ഷാ അല്ലാതെ കണ്ട് ഒരിക്കലും തെറ്റിന്റെ കൂടെ നിൽക്കുന്ന ആളല്ല. അമിത്ഷാ പറഞ്ഞ് നിങ്ങൾ നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം പാടില്ലെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആധാർ കാർഡില്ലാത്തവരെ കൊണ്ടുനടക്കുന്ന അമിത്ഷാ സമ്മതിക്കുമോ? എവിടെയാണ് അമിത്ഷാ സമ്മതിക്കാതെ?
ഒരിക്കലും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരിക്കലും ഈ പറയുന്ന ആധാർ കാർഡ് ഇല്ലാത്തവരെ കൊണ്ടു നടക്കാൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കില്ല. അല്ലെങ്കിൽ വ്യാജ ആധാർ കാർഡുമായി കൊണ്ടു നടക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ കൊണ്ടു നടന്നതാണ് പ്രശ്നമുള്ളത്. ഇങ്ങനെ കൊണ്ടു നടന്ന സമയത്ത് അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാർ ചെയ്തത്. ഇപ്പൊ ഈ പറയുന്നതിനകത്ത് നമ്മൾ ഏറ്റവും വലിയ വസ്തുത, ഈ പറയുന്ന ഛത്തീസ്ഗഡിലും പ്രതിപക്ഷം ഉണ്ടല്ലോ. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാരനാണല്ലോ. ഡോക്ടർ എന്താ അദ്ദേഹത്തിന്റെ മുഴുവൻ മറന്നുപോയി. അദ്ദേഹം അടക്കമുള്ള ആളുകള് ഇതിനെതിരായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അദ്ദേഹം ഇട്ടിട്ടില്ല. ഇന്നിപ്പോ ചില ആളുകൾ ചാനലിൽ വന്നിട്ട് സംസാരിക്കുമെങ്കിലും ഭയങ്കര സമരത്തിലാണെന്ന്, വലിയ സമരത്തിലാണ്. 32 MLA-മാരുണ്ട് ഇവിടെ, 32 MLA-മാരുണ്ട്. ഈ പറയുന്ന ആളുകൾ വലിയ സമരത്തിലാണ്. 40ഓളം സ്ഥലങ്ങളിൽ സമരം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ അങ്കമാലി ഇവിടെ കണ്ടൊക്കെ MLA ഒക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇടപെടുന്ന ആളാരാ? അതിന്റെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ല. ഒരൊറ്റ ചിത്രം പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ഒരു വരിയെങ്കിലും ഇവരെടുത്തുനിന്ന് കാണിച്ചു തന്നാൽ മതി അവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ. കാരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ്, അവിടുത്തെ സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ്. ഈ പറയുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല. ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വിഷമുള്ള ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളാണല്ലോ, വനവാസികളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് സച്ചാർ കമ്മീഷൻ പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയ്ക്കാണ്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനത, അതുകൊണ്ട് എല്ലാ മുസ്ലിം സംവരണം കൊടുക്കുമെന്ന് ആവശ്യപ്പെട്ടത് സച്ചാർ കമ്മീഷനാണ്. അങ്ങനെയാണ് മാപ്പിളമാർക്ക് കൊടുക്കാനും സമ്മതിച്ചത്. ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഇടപെട്ട് എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുത്താണ് കേരളത്തിൽ അടക്കമുള്ളത്. 69% കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് വരെ സംവരണം കൊടുക്കാൻ തീരുമാനിച്ചത് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇതിന് ഇങ്ങനെയുള്ള സംവരണങ്ങൾ കിട്ടുന്ന മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ക്രൈസ്തവ സഭയ്ക്ക് പ്രശ്നമല്ല. അവരുടെ കണ്ണീരൊപ്പണ്ട, അവരെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട. അതിന്റെ കാരണം ഈ രണ്ട് സംഗതികളാണ്. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കന്യാസ്ത്രീ കൈയുണ്ടാവില്ല, ഈ പറയുന്ന പാതിരിമാർക്കുള്ള കാലുണ്ടാവില്ല നടക്കാൻ വേണ്ടിയിട്ട്. ഈ ബോധ്യമുണ്ട് അവർക്കൊക്കെ. ജോസഫ് മാഷിന്റെ ചിത്രം അവരൊക്കെ മനസ്സിലേക്ക് അങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീക്കും ഒരു മുസ്ലിം വീടുകളിലേക്ക് കയറി ചെന്നിട്ട് അവർ ഉദ്ധരിക്കുവാനുള്ള തോന്നലുണ്ടാവില്ല. മറിച്ച് ഹിന്ദുക്കൾ അങ്ങനെയൊന്നുമില്ല. ഹിന്ദുക്കൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹിന്ദു ദേവാലയങ്ങൾക്കെതിരായിട്ട് പറയാം. ഹിന്ദുക്കൾക്ക് ഇപ്പൊ തന്നെ പറയാം. ഇപ്പൊ ഇതിനെതിരായിട്ട് വലിയ ബഹളം വെച്ചിട്ടുള്ള ആള് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ. ഇവിടെ കൈരളി ചാനലിന്റെ ഹെഡായിരുന്നു ടിയാൻ. അങ്ങനെ ചാനലിൽ ഹെഡായിരുന്ന സമയത്ത് അമൃതാനന്ദമയ്ക്കെതിരായിട്ട് ഒരു വിദേശ വനിത എന്തൊരു പ്രസ്താവന ഇറക്കി. ഇയാള് കൈരളി ചാനലിൽ പണം മുടക്കിക്കൊണ്ട് ഇയാൾ വിദേശ രാജ്യത്തേക്ക് അർജന്റായിട്ട് ഫ്ലൈറ്റ് ഇയാൾ വച്ചുപിടിച്ചു. അവിടെ ചെന്ന് ഇയാളെ അവർ ഇന്റർവ്യൂ നടത്തി. എന്നിട്ട് ഇയാൾ എന്താ പറഞ്ഞത്? കടപ്പുറം സുധാമണി എന്നാണ് ഇയാള് അമൃതാനന്ദമയി വിശേഷിപ്പിച്ചത്. അത്രയ്ക്ക് നീചനായിട്ടുള്ള മാധ്യമപ്രവർത്തനാണ് ജോൺ ബ്രിട്ടാസ്. അയാൾ എന്ത് പാർലമെന്റ് മെമ്പർ ആയാലും കൊള്ളാം. അയാൾ ചെയ്യുന്ന മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്തത്. ഹിന്ദുക്കളെ അവഹേളിക്കാണ് ചെയ്തത്. കാരണം പിന്നാക്ക സമുദായത്തിൽ ജനിച്ചു പോയി എന്നുള്ളതിന്റെ പേരിൽ കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ മാതാ അമൃതാനന്ദമയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അയാൾ മാത്രമല്ലോ ചെയ്തത്, ഇസ്ലാമിക തീവ്രവാദികൾക്ക് ചൂട്ടുപിടിച്ചിരുന്ന ഒരാളുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ. അയാളുടെ പേര് TK ഹംസ എന്നാ, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ പറയുന്ന ആളെന്താ പറഞ്ഞത്? അയാള് മാതാമൃതാനന്ദമയെ ഉപമിച്ചത് സിൽക്ക് സ്മിതയോടാണ്. ഇത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെയാണ്. ഈ സമയത്ത് കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു നിയമസഭയിൽ. ഒരൊറ്റ ആൾ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ജോൺ ബ്രിട്ടാസ് ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ സംസാരിച്ചല്ലോ. രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഇത് ഓർമ്മിക്കാൻ സാധിച്ചോ? കേരളത്തിൽ എറണാകുളത്ത് അടക്കമുള്ള MP-മാരൊക്കെ അവിടെ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവരാരും ഇതിനകത്തൊരു വാ തുറന്നൊരു അക്ഷരം പറഞ്ഞില്ലല്ലോ. കാരണം ഹിന്ദുക്കളായിരിക്കുന്ന സന്യാസിനിമാർക്കെതിരായിട്ട്, മതമേലധ്യക്ഷന്മാർക്കെതിരായിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ആർക്കും തർക്കമൊന്നുമില്ല. അമൃതാനന്ദമയി മഠമാണെങ്കിലും കൊള്ളാം, ചിന്മയ മിഷൻ ആണെങ്കിലും കൊള്ളാം, സത്യസായി ഭാവി ആണെങ്കിലും കൊള്ളാം, ആർക്കെതിരായിട്ട് എന്ത് ആക്ഷേപം വേണമെങ്കിലും പറയാം. അവിടെ ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല. മറിച്ച് ഒരു സാധാരണ 2 കന്യാസ്ത്രീകള് മതപരിവർത്തനം നടത്തുന്ന ആസൂത്രിതമായിട്ട് പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കള്ളാധാർ കാർഡുമായിട്ട് ആളുകളും കുട്ടികളുമായിട്ട് വരുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്താൽ അവർക്ക് 9 ദിവസം ജയിലിൽ കിടന്നുണ്ടെങ്കിൽ ഇവർക്ക് പലർക്കും പൊള്ളുന്നുള്ളതാണ് വസ്തുത. നമ്മളൊന്ന് ആലോചിച്ചു. നമുക്ക് നേരത്തെ ജയേന്ദ്ര സരസ്വതി, അദ്ദേഹത്തിനെതിരായിട്ട് കൊലപാതക കേസാണ്. മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരു ഹിന്ദു എന്ന് മാത്രമല്ല, ഹിന്ദുക്കൾ പിന്നെയും പ്രതികരിച്ചു. കേരളത്തിലെ ഹിന്ദു നാമധാരികളായിരിക്കുന്ന കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാരും MP-മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. KC വേണുഗോപാൽ അന്നൊക്കെ തന്നെ പാർലമെന്റ് മെമ്പറാണ്. അയാളെന്ന് പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതാവാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവൊക്കെ തന്നെ അന്ന് MLA ആണ്.
അതേപോലെ തന്നെ കെ സുധാകരനൊക്കെ തന്നെ അന്ന് MP ആണ്, ശ്രീമതി ടീച്ചറൊക്കെ ആ കാലത്ത് MP ആണ്. ഇവരാരും കാമെന്ന് പറയുന്നതിന് അക്ഷരം വേണ്ടിയിരുന്നില്ല. കാരണം അവർക്ക് ജയേന്ദ്ര സരസ്വതി ഒരു വോട്ട് ബാങ്ക് അല്ല, അതെ, അദ്ദേഹത്തിന്റെ സമുദായത്തിന് വോട്ടില്ല. അപ്പൊ അതുകൊണ്ട് വോട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കാൻ വേണ്ടിയിട്ടാണ് പല കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP നേതാക്കന്മാരടക്കം അവരെല്ലാവരും ഈ പറയുന്ന ഛത്തീസ്ഗഡിലേക്ക്, ബിലാസ്പൂരിലേക്ക് പോകാനുള്ള മുഖ്യമായിട്ടുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വോട്ടിനെ മാത്രം ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഈ വോട്ടല്ല സത്യം എന്നുള്ളത് ഇവർ തിരിച്ചറിയേണ്ടതാണ് ശരിക്കും. കേരള BJP ഇടപെടലോ അതിന് ഒരു സംശയമില്ല. നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട ആവശ്യമില്ല. ഈ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യം കോൺഗ്രസ് കാര്യം ചെയ്താലും കമ്മ്യൂണിസ്റ്റ് കാര്യം ചെയ്താലും BJP കാര്യം ചെയ്താലും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ കേരള BJP ചെയ്ത് എനിക്ക് സംശയക്കാര്യത്തില്ല, രാജ്യവിരുദ്ധമാണോ? എനിക്ക് എന്നെ സംബന്ധിച്ച് സംശയമില്ല. ഇതിനകത്ത് പിന്താങ്ങിയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാലവേല ചെയ്യുന്നതിന് പരിപോഷിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. എനിക്ക് ഒരിക്കലും ഇക്കാര്യത്തിൽ യാതൊരു സംശയം എന്നെ സംബന്ധിച്ചില്ല. അത് ചെയ്യുന്നവരെ പിന്താങ്ങാനായിട്ട് കേരള ജനത ബാധ്യസ്ഥമല്ല. ഇതിനെതിരായിട്ട് ശക്തമായ നടപടികൾ തന്നെ വരികയാണ്. ഇതിനെതിരായിട്ടാണ് ഇപ്പൊ നരേന്ദ്രമോദി അമിത്ഷായി കാണുന്ന സമയത്ത് സംസാരിക്കുന്ന ഇതൊന്നുമല്ല. ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഇത് ചെയ്യരുതെന്നാണ് ആവശ്യപ്പെടുന്നത്. ബാലവേല ചെയ്യിക്കരുത്, അതേപോലെ തന്നെ കള്ള ആധാർ കാർഡുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാഹചര്യങ്ങൾ ചൂഷണം ചെയ്ത് മതം മാറ്റരുത്. ഇത് പറയുന്ന സമയത്ത് ഏത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ് അതൊന്നുമില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ജാമ്യം തരാനായിട്ട് ആ സർക്കാരിന് ഞങ്ങൾ പറയില്ല എന്ന് പറയാൻ ആഭ്യന്തരമന്ത്രിക്ക് പറ്റൂല. അദ്ദേഹം അതേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരും ചെയ്തത്. ഛത്തീസ്ഗഡ് സർക്കാരിന് ആവശ്യം, അവിടുത്തെ പ്രതിപക്ഷത്തിന് ആവശ്യം, അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ആവശ്യം ഈ പറയുന്ന നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കാൻ ഇതോട് നിൽക്കണം. ഇത് അംഗീകരിക്കുവാൻ ക്രൈസ്തവ സഭകൾ തയ്യാറായി. ഒന്ന് ആലോചിച്ചു നോക്കി, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളല്ലല്ലോ ചെയ്തത്, കേരളത്തിലെ കന്യാസ്ത്രീകളാണല്ലോ ചെയ്തത്. അതെ അതെ. ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോയി കുഴപ്പം കാണിക്കുന്നത് ഇവിടുന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് അറിയാം. ഇവിടുന്ന് സപ്പോർട്ട് കിട്ടുന്ന അറിയുന്നതിന്റെ പേരിലാണ് ഇവിടുന്ന് ഒന്ന് രണ്ടെണ്ണല്ല, കുറെ ഇവിടുന്ന് അങ്ങോട്ട് പാഞ്ഞിട്ടുണ്ട്. ഈ പാഞ്ഞവർ രാജസ്ഥാനിലേക്കും മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുള്ളവര് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വാക്കുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ നേരിട്ടുള്ള അനുഭവമുണ്ട്. ഞാൻ ഒരിക്കല് വർഗീയ വിധേയത്തിൽ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് 2009 10 അറിയില്ല, P പരമേശ്വരജിയുടെ കൂടെ ഞാൻ പോയിരുന്നു. ആ സമയത്ത് വർഗീയ വിധേയത്തിൽ പിതാവ് പറയുന്ന, അദ്ദേഹം അന്ന് എറണാകുളത്തിന്റെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം വളരെ പരമേശ്വരജി അദ്ദേഹത്തോട് മതപരിവർത്തനത്തെക്കുറിച്ച്, നിർബന്ധ മതപരിവർത്തനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ വേദനയോടുകൂടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുഞ്ഞാടുകളാണ് ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ, പെന്തിക്കോസ്ത് സഭയാണെങ്കിലും യഹോവ സാക്ഷികളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ആളുകളെയാണ് മതപരിവർത്തനം നടത്തുന്നതെന്ന് വലിയൊരു ആക്ഷേപം ഉന്നയിച്ചത് എറണാകുളത്ത് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാള് വർഗീയ വിധേയത്തിൽ അവർകളാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കുവാനായിട്ട് മലയാളത്തില്, പച്ച മലയാളത്തില്, ഇംഗ്ലീഷ് ഭാഷയിലൊന്നുമില്ല, എനിക്ക് കൂടി മനസ്സിലാകുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞത് വർഗീയ വിധേയത്തിൽ അവർകളാണ്. അപ്പൊ ഇത് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന അമിത്ഷാജി പറയുന്നതും ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതും. ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തുള്ളലിനൊന്നും കേരളത്തിലെ ജനങ്ങൾ അത്ര വലിയ വില കൊടുക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.